2024 പുറത്തിറങ്ങിയ ഒരു മലയാളം റൊമാന്റിക് കോമഡി ചിത്രമാണ് പ്രേമലു. ഗിരീഷ് എഡി സഹരചനയും സംവിധാനവും നിർവഹിച്ച ഈ ചലച്ചിത്രം ഭാവന സ്റ്റുഡിയോസിന്റെ ബാനൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് നിർമ്മിച്ചത്. ഈ ചിത്രത്തിൽ നസ്ലൻ കെ. ഗഫൂറും മമിത ബൈജുവും പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്നു. സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ എം, മീനാക്ഷി രവീന്ദ്രൻ, അഖില ഭാർഗവൻ, അൽതാഫ് സലിം, മാത്യു തോമസ് എന്നിവരുൾപ്പെടെയുള്ള അഭിനേതാക്കളും ഇതിലുണ്ട്. വിഷ്ണു വിജയ ആണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. 2024 ഫെബ്രുവരി 9 തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ഹാസ്യത്തിനും അഭിനേതാക്കളുടെ പ്രകടനത്തിനും നിരൂപക പ്രശംസ നേടി. ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായിരുന്നു. ലോകമെമ്പാടും 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാളം ചിത്രമായും 2024 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 7ാമത്തെ ഇന്ത്യൻ ചിത്രമായും ഉയർന്നു. ഗേറ്റ് കോച്ചിങ്ങിനായി സുഹൃത്തായ അമൽ ഡേവിസിന്റെ കൂടെ ഹൈദരാബാദിലേക്ക് പോകാൻ സച്ചിൻ തീരുമാനിക്കുന്നതോടെയാണ് പ്രേമലുവിന്റെ കഥ ആരംഭിക്കുന്നത്. ഹൈദരാബാദിൽ വച്ച് സോഫ്റ്റ്വെയർ ജീവനക്കാരിയായ റീനുവുമായി സച്ചിൻ പ്രണയത്തിലാവുകയും ചെയ്യുന്നു. റീനുവിന്റെ ശ്രദ്ധ നേടാനായി സച്ചിൻ കിണഞ്ഞു പരിശ്രമിക്കുന്നു. റീനുവിന്റെ ടീം ലീഡറായ ആദിയും റീനുവിനെ കല്യാണം കഴിക്കാനുള്ള ആഗ്രഹവുമായി ഇവരുടെ കൂടെയുണ്ട്. തുടർന്നു നടക്കുന്ന വിവിധ സംഭവങ്ങൾ സിനിമയുടെ മുന്നോട്ടുള്ള കഥ രൂപപ്പെടുത്തുന്നു. ഒരുപാട് ആത്മാന്വേഷണങ്ങൾക്ക് ശേഷം ഒരു ദിവസം സച്ചിൻ റീനുവിനോട് തന്റെ പ്രണയം ഏറ്റുപറയാൻ തീരുമാനിക്കുന്നു. എന്നാൽ തനിക്ക് പക്വതയുള്ളവരും സ്ഥിരതയുള്ളവരുമായ ഒരാളെ വേണമെന്ന് അവൾ പറയുന്നു. നിരാശനായ സച്ചിൻ ഹൈദരാബാദ് വിട്ട് സുഹൃത്തിനൊപ്പം ചെന്നൈയിലേക്ക് മാറാൻ തീരുമാനിക്കുന്നു. റീനുവിന് സച്ചിനോട് താല്പര്യമുണ്ടെങ്കിലും അവൾക്ക് പക്ഷേ അവയെക്കുറിച്ച് ഉറപ്പില്ലാത്ത അവസ്ഥയായിരുന്നു. പോകുന്നതിനു മുമ്പ് റീനു അവനെ അവിടെ താമസിക്കാൻ പ്രേരിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ പോയി അവളുടെ കോളുകളോടും സന്ദേശങ്ങളോടും പ്രതികരിക്കുന്നില്ല. കുറച്ചു മാസങ്ങൾക്ക് ശേഷം കാർത്തിക തന്റെ വിവാഹ നിശ്ചയത്തിന് ഹൈദരാബാദിൽ സച്ചിനെ ക്ഷണിക്കുന്നു. അവിടെ വീണ്ടും റീനു അവനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ തന്റെ അപേക്ഷ വന്നിട്ടുണ്ടെന്നും അടുത്ത ദിവസം ഹൈദരാബാദിൽ നിന്ന് യുകെയിലേക്ക് പോകുകയാണെന്നും സച്ചിൻ അറിയിച്ചു. അതേസമയം സച്ചിനെയും അമൽ ഡേവിസിനെയും തരംതാഴ്ത്തി ഷോ മോഷ്ടിക്കാൻ ആദി ശ്രമിക്കും. പക്ഷേ ഇരുവരും മദ്യപിച്ചതിനാൽ റീനുവിന് ആദിയെയും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് അവനെ നിരാശനാക്കുകയും റീനു അത് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഇതിൽ നാണം കെട്ട ആദി പ്രതികാരം ചെയ്ത് പാർട്ടി വിടുന്നു. പിറ്റേന്ന് രാവിലെ അമൽ ഡേവിസും സച്ചിനും എയർപോർട്ടിലേക്ക് പോകുമ്പോൾ റീനു അവരോടൊപ്പം ചേരുന്നു. വഴിയിൽ വെച്ച് ആദി ഗുണ്ടകളെ ഉപയോഗിച്ച് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ റീനു കുരുമുളക് സ്പ്രേ ഉപയോഗിച്ച് രക്ഷിച്ചു. അവൾ സച്ചിനോട് തന്റെ പ്രണയം ഏറ്റുപറയുകയും ഞങ്ങൾ ഇപ്പോൾ ഒരു ദീർഘദൂര ബന്ധത്തിലാണെന്നും അത് എങ്ങനെ പോകുന്നുവെന്ന് നോക്കാമെന്നും പറയുന്നു.